സംസാരങ്ങൾക്ക് സ്ഥാനമില്ല, പ്രവർത്തിക്കാണ് മുൻതൂക്കം. താരങ്ങൾക്ക് അവരുടെ മികവ് സ്വാഭാവികമായും പ്രകടിപ്പിക്കാൻ കഴിയണം. കളത്തിലെത്തി അത് നടപ്പിലാക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. സമ്മർദ്ദം ചെലുത്തുന്നതിൽ വിശ്വാസമില്ല. ട്രെന്റ് ബോൾട്ടിന്റെ പന്ത് ലോങ് ഓണിന് മുകളിലൂടെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ എത്തിച്ച് ശ്രേയസ് അയ്യർ ആ ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ്. താൻ നയിച്ച മൂന്നാമത്തെ ടീമിനും അയാൾ ക്വാളിഫയർ 1 യോഗ്യത നേടിക്കൊടുത്തിരിക്കുന്നു. 2020 ഡൽഹി ക്യാപിറ്റൽസ്, 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ഇപ്പോൾ പഞ്ചാബ് കിങ്സും. 2020 ഡൽഹി ഫൈനലിൽ എത്തിയത് അവരുടെ IPL ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു. പക്ഷേ മുംബൈ ഇന്ത്യൻസിന്റെ സർവാധിപത്യത്തെ അതിജീവിക്കാൻ ശ്രേയസിന്റെ യുവനിരയ്ക്ക് കഴിയാതെ പോയി. കൊൽക്കത്തയുടെ ഒരു പതിറ്റാണ്ടോളമായ കിരീട കാത്തിരിപ്പിന് കഴിഞ്ഞ വർഷം ശ്രേയസ് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇതെല്ലാം പഴങ്കഥകളാണ്, ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. മേൽപ്പറഞ്ഞ നേട്ടങ്ങളിലൊന്നും ശ്രേയസ് എന്ന നായകനെ വിശ്വസിക്കാൻ ക്രിക്കറ്റ് ലോകം തയ്യാറായില്ല. വൺ സീസൺ വണ്ടർ എന്നൊക്കെ പറയുന്നത് പോലെ ശ്രേയസിനെ കാണാനായിരുന്നു ബഹുഭൂരിപക്ഷത്തിനും താല്പര്യം. അയാളുടെ കളത്തിലെ ഇടപെടലുകളെല്ലാം അണ്ടർ റേറ്റഡ് ആയി തന്നെ തുടർന്നു. ഇതെല്ലാം ഭൂതകാലത്തിലേക്ക് കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവുമെല്ലാം നായക പടവുകളേറിയപ്പോൾ പരീക്ഷയിൽ മുഴുവൻ മാർക്ക് മേടിച്ചിട്ടും ശ്രേയസിനെ മാറ്റി നിർത്തി. പക്ഷേ റിക്കി പോണ്ടിങ്ങിന്റെ ക്രിക്കറ്റ് ബ്രെയിൻ ശ്രേയസിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. താരലേലത്തിന് മുൻപ് തന്നെ പോണ്ടിങ് ശ്രേയസിനായി കളം വരച്ചു. എത്ര കോടി മുടക്കിയാലും ശ്രേയസ് പഞ്ചാബ് ജേഴ്സി അണിയണമെന്ന് ഓസീസ് ഇതിഹാസം വാശി പിടിച്ചു. അതിനുത്തരമാണ് പോയിന്റ് പട്ടികയിലെ പഞ്ചാബിന്റെ സ്ഥാനം. ഒരു പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ ശ്രേയസ് എന്ന പേരിലേക്ക് അർഹിച്ചതെല്ലാം എത്തുകയാണ്. എന്തുകൊണ്ട് ശ്രേയസ് മികച്ച ക്യാപ്റ്റൻ ആകുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം അയാൾ നയിച്ച ടീമുകളിലെ പേരുകൾ തന്നെയാണ്. ഡൽഹിയെ നയിക്കുമ്പോൾ അജിങ്ക്യ രഹാനെ, ശിഖർ ധവാൻ, രവിചന്ദ്രൻ അശ്വിൻ ഒഴികെ മറ്റുള്ളവരെല്ലാം ലോക ക്രിക്കറ്റിലേക്ക് പിച്ച വെച്ച് തുടങ്ങിയവർ മാത്രമായിരുന്നു. കൊൽക്കത്തയിൽ താരസമ്പന്നമായ നിര. ഇങ്ങ് പഞ്ചാബിലേക്ക് വരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പരിചയസമ്പത്തില്ലാത്ത ഒരു പടയും. 3 വ്യത്യസ്ത തലത്തിൽ 3 തരത്തിലുള്ള ടീമുകൾ. 3 ടീമിനെയും ആദ്യ 2ലേക്ക് നയിച്ചു. 2020 ക്രിക്കറ്റിൽ എല്ലാം അതിവേഗമായിരിക്കും. 2 വിക്കറ്റ് വീണാൽ പിന്നിലെത്തുന്ന 2 പന്തുകൾ 6 ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കളത്തിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ചടുലതയും കൃത്യതയും ആവശ്യമാണ്. ഇവിടെയാണ് ശ്രേയസിന്റെ ഇടപെടലുകൾ സീസണിൽ ഉടനീളം കണ്ടത്. ഇന്നലെ മുംബൈക്കെതിരായ മത്സരം തന്നെ ഉദാഹരണമായി എടുക്കാനാകും. ഹർപ്രീത് ബ്രാർ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് എടുത്ത പന്ത് തന്നെ എടുക്കാം. ഹർപ്രീതിന്റെ നേരിട്ട ആദ്യ പന്ത് രോഹിത് ഡീപ് മിഡ് വിക്കറ്റിലൂടെയാണ് പായിച്ചത്. അടുത്ത പന്ത് കവറിന് മുകളിലൂടെയും. പക്ഷേ പിന്നീടുള്ള ഓവറുകളിൽ രോഹിത് സ്ട്രൈക്ക് റൊട്ടേഷൻ മാത്രമാണ് നടത്തിയത്. എന്നാൽ രോഹിത് പൊട്ടിത്തെറിക്കാൻ വൈകില്ല എന്ന് തോന്നിച്ച സമയത്ത് ബ്രാറിനെ തിരിച്ചെത്തിച്ചു ശ്രേയസ്. കണക്കുകൂട്ടൽ തെറ്റിയില്ല. ബ്രാറിനെ ക്രീസിൽ നിന്നിറങ്ങി രോഹിതിന്റെ കൂറ്റനടിക്കുള്ള ശ്രമം. ലോങ് ഓണിൽ നേഹൽ വധേരയുടെ കൈകളിൽ അവസാനിച്ചു രോഹിതിന്റെ ഇന്നിംഗ്സ്. ടാക്ടിക്കൽ ബ്രില്യൻസിന് കൈയടിക്കുമ്പോഴും ടീമുകൾക്ക് മുന്നേറണമെങ്കിൽ താരങ്ങൾക്കിടയിൽ കൃത്യമായ സ്വാധീനം ചെലുത്താൻ നായകന് കഴിയണം. MS ധോണി, രോഹിത് എന്നിവർ 5 കിരീടം ചൂടിയതിനു പിന്നിലെ രസക്കൂട്ടും ഇതായിരുന്നു. ഈ ഒരു ശൈലി ശ്രേയസിലും കാണാനാകുമെന്ന് റിക്കി പോണ്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. താരങ്ങൾ വീണുപോകുമ്പോൾ ശ്രേയസ് അവർക്കൊപ്പം ഉണ്ടാകും. അവർക്ക് ആത്മവിശ്വാസം നൽകി ഫോം വീണ്ടെടുപ്പിക്കാനും ശ്രേയസിന്റെ ഇടപെടലുണ്ടാകും. പഞ്ചാബ് നിരയിലെ ഏത് താരത്തിനോട് ചോദിച്ചാലും ശ്രേയസിനെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകില്ലെന്നാണ് പോണ്ടിങ് ഇന്നലെ പറഞ്ഞു വെച്ചത്. ഇന്നലെ മുംബൈക്കെതിരെ പഞ്ചാബ് നിരയിലുണ്ടായിരുന്നത് 6 അൺക്യാപ്ഡ് താരങ്ങളാണ്. ഇതിൽ 5 പേരും സ്ഥിരമായി 11-ലുള്ളവർ. അന്താരാഷ്ട്ര പരിചയസമ്പത്തില്ലാത്ത ഒരു നിരയിൽ നിന്ന് സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുപ്പിക്കണമെങ്കിൽ അവരിൽ അത്ര കണ്ട് വിശ്വാസം അർപ്പിക്കാൻ ടീമിന് കഴിയണം. അത് ശ്രേയസിനും പോണ്ടിങ്ങിനും സാധിച്ചിട്ടുണ്ട് എന്നത് പ്രിയാൻഷും ബ്രാറും ശശാങ്കും വധേരയും ഒക്കെ തെളിയിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായി ബാറ്റർ എന്ന നിലയിൽ സമ്മർദ്ദത്തെ ജയിക്കാനുള്ള ശ്രേയസിന്റെ മികവ്. കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ അത് നാം കണ്ടതാണ്. ഇത്തവണ IPL-ൽ അതിന്റെ തുടർച്ചയുണ്ടായി. സമ്മർദ്ദമുണ്ടാകുമ്പോൾ ശ്രേയസ് തന്റെ ഗെയിം അപ്ഗ്രേഡ് ചെയ്യുന്ന വിധം, അതും വീഴ്ചകളില്ലാതെ. മുംബൈക്കെതിരെ 2 വിക്കറ്റ് തുടരെ നഷ്ടമായപ്പോൾ ഒരു സേഫ് ഗെയിമിനായിരുന്നില്ല ശ്രേയസ് മുതിർന്നത്. മറിച്ച് കളിയിലുടനീളം പഞ്ചാബ് തുടർന്ന ആധിപത്യം നിലനിർത്താനാണ്. സേഫ് ഗെയിമിന് ശ്രേയസ് മുതിർന്നിരുന്നെങ്കിൽ അവിടെ മുംബൈക്കൊരു അവസരം ഒരുങ്ങുമായിരുന്നു. അത് ഒഴിവാക്കാനായി ശ്രേയസിന് സ്മാർട്ട് ക്രിക്കറ്റിംഗ് എന്ന് തന്നെ പറയാം. ഇനി 2 ജയം അകലെയാണ് പഞ്ചാബിന്റെ സ്വപ്ന മുഹൂർത്തം. അതിലേക്ക് എത്താനായാൽ ശ്രേയസ് എന്ന നായകന്റെ പേര് IPL-ലെ ഇതിഹാസ പട്ടികയിലേക്ക് തന്നെ എത്തും.